ജാക്കുകളുടെ ഒരു കമ്പനിയെ ഷെയർ തന്നെ ഞങ്ങളുടെ നഴ്സറിയിലുണ്ട്. അത് സ്റ്റാർട്ടിങ് തുടങ്ങുക 60 രൂപ തൊട്ടുള്ളതാണ്. പൈനാപ്പിൾ ഏകദേശം ഞങ്ങൾക്ക് 150 വെറൈറ്റിയോളം ഉണ്ട്. ഹായ് ഗൈസ്, അഖിൽ എക്സോട്ടിക് നഴ്സറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1500 തരം വെറൈറ്റി ഫ്രൂട്ട്സ് തൈകളാണ് നമുക്ക് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മണ്ണുത്തി പടിഞ്ഞാറ് വെള്ളാനിക്കരിയാണ്. ഇത് പൈനാപ്പിൾ വെറൈറ്റി ഒരു ഐറ്റമാണത്. ആസാം മോൾവ് എന്നറിയപ്പെടുന്ന ഒരു പൈനാപ്പിളിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഒരു 8 കിലോ ഏകദേശം വലിപ്പം ഇതിൻ്റെ കായ്ക്ക് വരുന്നുണ്ട്. പിന്നെ തോൺലെസ് ആണ്, ഇത് മുള്ളില്ലാത്തൊരു തരം ഐറ്റമാണ് ഇത് വരുന്നത്. നല്ല ടേസ്റ്റിയാണ്, നല്ല മധുരമാണ് ഇതിൽ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ പൈനാപ്പിളിൻ്റെ പ്രത്യേകതകൾ. ഇത് 7 kg പൈനാപ്പിളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരം. ഇതിൻ്റെ തോൺലെസ് ആണ്. ഇത് ഒരു കൊല്ലം കഴിയുമ്പോൾ കായ്ക്കും. നല്ല ടേസ്റ്റുള്ളൊരു വെറൈറ്റിയാണ്. അത് കൃഷി അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റിയ ഒരെണ്ണമാണ്. ഇത് മേഘാലയ മീട്ട എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് നല്ല ടേസ്റ്റും നല്ല പേരുള്ളൊരു വെറൈറ്റിയാണ്. നല്ല ഫ്രൂട്ട് ഉണ്ടാവും. ഒരു 5 കിലോ 6 കിലോ വരെ വെയിറ്റ് വരും. ഫൈഡ് ഡിലൈറ്റ് എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ്. ഇത് നല്ല വെരിഗേഷനാണ്. അകത്ത് സെൻറ്ററിൽ കൂടി പച്ചയും 2 സൈഡിലും വൈറ്റ് സ്ട്രിപ്പുമാണ്. പിന്നെ അതിന് നേരിയ മുള്ളുണ്ട്. നല്ല ഒരു ഫ്രൂട്ടാണ്, ലേറ്റസ്റ്റ് ഫ്രൂട്ടാണ്. ഇത് മാംഗോ പൈനാപ്പിൾ എന്ന പേരറിയപ്പെടുന്നതാണ്. ഇത് പുതിയ വെറൈറ്റിയാണ്, ഇമ്പോർട്ടഡ് ആണ്. ഇത് മാംഗോൻ്റെ ഷേപ്പുള്ള പൈനാപ്പിളാണ്. ഏകദേശം ഒരു 5 കിലോ വെയിറ്റ് വരും. നല്ല മധുരം, നല്ല ടേസ്റ്റ്, നല്ല കളറ്. മാംഗോ പൈനാപ്പിൾ. ഇത് പൈനാപ്പിളിൻ്റെ പരിണാമം സംഭവിച്ചൊരു ചെടിയാണ്. അതിന് മ്യൂട്ടേഷൻ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ചെടി സാധാരണ പൈനാപ്പിളുകളെല്ലാം ഇല മുകളിലേക്ക് വളരും. ഈ പൈനാപ്പിളിൻ്റെ ഇല താഴത്തോട്ട് വളരും. പിന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ഇതിന് മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ട് വളരെ റയറായിട്ടുള്ള ചെടിയാണ്. ഇത് റെഡ് ടൈഗർ എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന റെഡ് ടൈഗർ പൈനാപ്പിളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിഭയങ്കരമായിട്ടുള്ളൊരു കളറുള്ളൊരു ഫ്രൂട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് റെഡ് ടൈഗർ. ഇത് പൈനാപ്പിളിൻ്റെ ക്രൗൺ, വെരിഗേറ്റഡ് ക്രൗൺ. ആ ക്രൗൺ നല്ല വെരിഗേഷനിലായിരിക്കും. ഇലയിൽ തന്നെ അകത്ത് അതിൻ്റെ 2 സ്ട്രിപ്പ് നല്ല ചോപ്പായിരിക്കും. നല്ല ഫാൻസി ആയിട്ടുള്ളൊരു ഇത് ഫ്രൂട്ടാണ്. ഇതിന് പൈനാപ്പിൾ വെരിഗേഷൻ വിത്ത് ക്രൗൺ എന്ന് പറയും. ഇതിൻ്റെ വംശവർദ്ധനവ് ക്രൗണിൽ നിന്നും ഈ ചക്കയുടെ അടിയിൽ നിന്നുള്ള കാലുകളായിട്ട് വരും. അതിന് ടെയിലെന്നും പിന്നെ ഇതിൻ്റെ സക്കർ അടിയിൽ നിന്ന് സക്കറായിട്ട് പൊട്ട് സക്കറായി നിന്നും 3 തരത്തിൽ നമുക്ക് ഇതിൻ്റെ വംശവർദ്ധനവ് നടത്താം. തൈവാൻ വാട്ടർമെലൺ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നൊരു ഫ്രൂട്ട് പൈനാപ്പിളാണ്. ഇത് പുതിയ വെറൈറ്റിയാണ്. സാധാരണ വാട്ടർമെലണിൻ്റെ വേറെ വെറൈറ്റികളുണ്ട്. ഇതൊരു 5 കിലോ 6 കിലോ വെയിറ്റ് വരും. നല്ല ഒരു കറുപ്പ് ചേർന്നൊരു കളറാണ്. നല്ല മധുരമാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ കൂടാതെ പൈനാപ്പിളിന് അനാനാസ് എന്നും വിളിക്കപ്പെടും. ഈ അനാനാസ് എന്ന് പറഞ്ഞാൽ ടൂപ്പി നാനാനാസ് എന്നറിയപ്പെടുന്ന ഒരു പേര് കൂടി അതിനകത്തുണ്ട്. AD 1548 പോർച്ചുഗീസുകാരാണ് പൈനാപ്പിൾ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. കാൽസ്യം, പൊട്ടാസ്യം, വൈറ്റമിൻ C, ഫൈബറുകൾ, വൈറ്റമിൻ B1 B6, കോപ്പർ മുതലായവയുടെ ഉറവിടമാണ്. ഇത് കൊഴുപ്പും കൊളസ്ട്രോളും വളരെ കുറവാണ്. ഇതിനകത്ത് ബ്രോമലിൻ എന്നൊരു എൻസൈമുണ്ട്. അത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. കൂടാതെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് നിലനിർത്താനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ലൈംഗിക ശക്തിയും സ്റ്റാമിനയും വർദ്ധിപ്പിക്കും. അങ്ങനെ പ്രത്യേക ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ. ഇത് ടോങ്കോ ഷുഗർലോപ്പ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഈ ആഫ്രിക്കൻ ഷുഗർലോപ്പ്, ടോങ്കോ ഷുഗർലോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല അതിമധുരമുള്ളൊരു വെറൈറ്റിയാണ്. എല്ലാവർക്കും വളർത്താം. നല്ല മധുരം, പഞ്ചസാര കട്ടി പോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണ് ടോങ്കോ ഷുഗർലോപ്പ്. ശ്രീരാച്ച, ഡിയാങ് ശ്രീരാച്ച പിങ്ക് വാർ എന്നൊക്കെ പറഞ്ഞ പല വെറൈറ്റികൾ ഉണ്ട്. ശ്രീരാച്ചയ്ക്ക് എന്ന് ഫേമസ് വെറൈറ്റിയാണ്. ഇത് നല്ലൊരു പുതിയൊരു ഫ്രൂട്ടാണ്. നല്ല ഇടിവിളായിട്ടുള്ളൊരു പഴമാണ് ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ സാധാരണ പൈനാപ്പിളിൻ്റെ ആതിഥേയ മര്യാദ പ്രതിനിധീകരിക്കാൻ വേണ്ടി ചില ആളുകൾ പൈനാപ്പിളിൻ്റെ ചിത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ ടെറസ് ഗാർഡൻ ഫാമിങ്ങിന് വേണ്ടിയും പൈനാപ്പിൾ നമുക്ക് ഉപയോഗിക്കാം. നല്ലൊരു ഇൻകം കിട്ടുന്നൊരു ഫ്രൂട്ടാണ്. ഇന്തോനേഷ്യൻ ഗോൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ലങ്കാവി എന്നും പറയും. നല്ലൊരു വെരിഗേഷനുള്ള ബ്രാൻഡാണ്. പുതിയ വെറൈറ്റിയാണ്. നല്ല ഫ്രൂട്ടാണ്. നല്ല മധുരമുള്ള ഫ്രൂട്ടാണ്. നല്ല കളക്ഷന് വേണ്ടി വെക്കാവുന്നതാണ്. ഇത് പൈനാപ്പിളിൻ്റെ ബെസ്റ്റ് വെറൈറ്റികളായ സീഡ് പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല മധുരം പോലെ തന്നെ നല്ല കാണാനും നല്ല ഭംഗിയാണ്. ഒരു പിങ്കിഷ് ഷെയ്ഡ് അതിൻ്റെ കൂടെ സൈഡിൽ വരുന്നതുകൊണ്ട് നല്ല ബ്യൂട്ടിയാണ്. നല്ല പഴമാണ്, മധുരമുണ്ട്. കളക്ഷന് വേണ്ടി വെക്കാവുന്നതാണ്. ഇത് ജംഗിൾ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു പൈനാപ്പിളാണ്. ഇത് പുതിയൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇല നല്ല കേരളി ആയിട്ട് കിടക്കും. കാണാൻ നല്ല ഫാൻസിയുമാണ്. പുതിയൊരു വെറൈറ്റിയാണ്.
കളക്ഷന് വേണ്ടി നല്ലൊരു വെറൈറ്റി പൈനാപ്പിളാണ്. ധാരാളം വെറൈറ്റികൾ വെരിഗേറ്റഡ് ഉണ്ട്. മഞ്ഞ വിത്ത് പച്ച, പച്ച വിത്ത് റെഡ്, പിങ്ക് വിത്ത് ഗ്രീൻ, ഇങ്ങനെ പല വെറൈറ്റികളാണ്. ഇതിനകത്ത് തോൺലെസ് ആയിട്ടുള്ള വെരിഗേറ്റഡ് ആയിട്ടുള്ള പൈനാപ്പിളാണ്. തോൺലെസ് ഉണ്ട്, വിത്ത് തോണും ഉണ്ട്. ഇത് തോൺലെസ് ആയിട്ടുള്ള പൈനാപ്പിളാണ്. കാണാൻ നല്ല ഭംഗിയാണ്. മഞ്ഞ സ്ട്രൈപ്പ്, അതിനകത്ത് പച്ച വര. ഇത് ഐവറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് 2025 ഏറ്റവും പുതിയ വെറൈറ്റിയാണ് ഐവറി കോസ്റ്റ്. വളരെ റയറാണ്. വളരെ ആർക്കും ഇതിൻ്റെ കളക്ഷൻ കിട്ടിയിട്ട് കാണില്ല. ഇത് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ഐവറി കോസ്റ്റ് നല്ലൊരു ഫ്രൂട്ടാണ്. നല്ലൊരു കളക്ഷന് വേണ്ടി കൊള്ളാം. നല്ല പൈനാപ്പിളാണ്, നല്ല ടേസ്റ്റ്, നല്ല മധുരം. ഇത് ഇന്തോനേഷ്യൻ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞ വെറൈറ്റികളാണ്. ഓരോ രാജ്യത്തിനും ഓരോ പൈനാപ്പിളിൻ്റെ കളക്ഷൻ ഉണ്ട്. അവർ ഇന്തോനേഷ്യ എന്നുള്ളൊരു വെറൈറ്റിയാണ്. ഇതിന് ചെറിയ തോണുണ്ട്. അകത്ത് യെല്ലോ സ്ട്രൈപ്പാണ് ഇതിനുള്ളത്. നല്ലൊരു ഫ്രൂട്ടാണ്. നല്ല മധുരവും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്രൂട്ടാണ്. ഇത് വെരിഗേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് അപൂർവങ്ങളായിട്ടാണ് ഉണ്ടാകുന്നത്. ഇതൊരു 1000 കോക്കനട്ട് നട്ട് കഴിഞ്ഞാൽ അതിനകത്ത് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് 5 or 6 ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല മഞ്ഞ വിത്ത് ഗ്രീൻ, വൈറ്റ് വിത്ത് ഗ്രീൻ, അങ്ങനെ 2 വെറൈറ്റി ഉണ്ടാവും. ഇത് വലുതായാലും ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ ആയിരിക്കും. കായുമ്പേലും വെരിഗേഷൻ കാണാറുണ്ട്. അങ്ങനെ വെരിഗേറ്റഡ് കോക്കനട്ട് എന്ന പേരിൽ അറിയപ്പെടും. ഇത് ഞങ്ങൾ 500 റുപ്പീസായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇത് നാനോ പിങ്ക് ബനാന എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഇത് വളരെ റയറായിട്ടുള്ള നല്ല ഫാൻസിയാണ്. ഇതിന് കായ്ഫലം ഉണ്ടാവില്ല. ധാരാളം സക്കേഴ്സ് ഉണ്ടാവും. ഗാർഡനിങ്ങൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കും. നല്ല അത് സ്ഥലം അനുസരിച്ചിട്ട് ഇതിൻ്റെ കളറുകൾ മാറും. ഇതിപ്പോൾ പിങ്ക് വിത്ത് ഗ്രീൻ ഡോട്ടുകളാണ്. ചിലപ്പോൾ ബ്ലൂ വരും, ഗ്രീൻ വരും. പല കളറ് അതിൻ്റെ അവസരത്തിന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് നാനോ പിങ്ക് ബനാന. വളരെ റയറായിട്ടുള്ളൊരു വാഴയാണ്. എല്ലാവരും ഗാർഡനിങ്ങൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അത് കൂട്ടമായിട്ട് നിൽക്കും. കളറ് നല്ല കളർഫുൾ. ഇത് വെരിഗേറ്റഡ് ബനാന എന്ന് അറിയപ്പെടുന്നൊരു വാഴയാണ്. ഇതിനെ മൂസ ഫ്ലോറിഡ എന്ന് അറിയപ്പെടും. അതിൻ്റെ പഴവും വെരിഗേഷനുള്ളതാണ്. നല്ല റോബസ്റ്റ പോലെ നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ് മൂസ ഫ്ലോറിഡ. ഇതിന് 1000 രൂപ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നു. ഇത് ജപ്പാൻ്റെ വാഴയാണ്. മോങ്കി ബനാന എന്നറിയപ്പെടും. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്രൂട്ടാണ്. അത് നല്ല കളക്ഷന് വേണ്ടി അത്യുഗ്രനായിട്ടുള്ളൊരു വാഴയാണ്. ബ്ലൂ ജാവ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വനില ഐസ്ക്രീം കഴിക്കുന്ന ടേസ്റ്റാണ്. പഴം കഴിച്ച് കഴിഞ്ഞാലുള്ള ടേസ്റ്റ് നല്ല പെട്ടെന്ന് കായ്ക്കും. നല്ല ഫാൻസി ആയിട്ട് ധാരാളം തൈകളും പൊട്ടും. നല്ലൊരു പഴമാണ് ബ്ലൂ ജാവ. ഇത് 1500 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ വീഡിയോ ഓഫറായിട്ട് ഞങ്ങൾ 500 രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് 1000 രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നത്. സിസിജിയം എന്ന് പറഞ്ഞാൽ ചാമ്പയുടെ ഫാമിലിയാണ്. സുലൈവാസി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലീഫാണ്. നല്ല പഴമാണ് സിസിജിയം സുലൈവാസി. കൂടാതെ സിസിജിയം ജിഹോയ് റെഡ്, ഇങ്ങനത്തെ വെറൈറ്റികൾ ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് ഐസ്ക്രീം കോക്കനട്ട് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഐസ്ക്രീം കോരി കഴിക്കുന്ന പോലെ കഴിക്കാം. നല്ല മധുരം, അകത്ത് നല്ല സോഫ്റ്റ്നെസ്സാണ് ഐസ്ക്രീം കോക്കനട്ട്. ഇത് കംബോഡിയൻ ജാക്കാണ്. ഫ്രൂട്ടോടുകൂടി നിൽക്കുന്നതാണ്. ഇതുപോലത്തെ ഞങ്ങൾക്ക് 65 തരം വെറൈറ്റികളുണ്ട്. സിദ്ധു, ശങ്കര, പ്രകാശ് ചന്ദ്ര, മെക്സിക്കൻ, വരശ്രീ, ഷുഗർ ജാക്ക്, ദുരിയൻ ജാക്ക്, അതുപോലെ പുതിയ വെറൈറ്റികളെല്ലാം കൂടി 65 വെറൈറ്റിയോളം ജാക്കുകൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഇത് അരിനെല്ലി, ബോംബെ നെല്ലി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അരിനെല്ലിയാണ്. ഇതിൻ്റെ പ്രത്യേകത തന്നെ സീറ്റ് അരിനെല്ലിയാണ്. ഇത് വളരെ കോസ്റ്റ്ലിയാണ്. ഇതിന് 1400 രൂപേൻ്റെ വിലയാണ്. സീറ്റ് അരിനെല്ലി. ബെയർ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഇളന്തപ്പഴമാണ്. ഇത് 2 കളറുണ്ട്, പച്ചയുമുണ്ട് റെഡും ഉണ്ട്. പിന്നെ മഞ്ഞയുണ്ട്, അത് ഇവിടെ തീർന്നു പോയി. മഞ്ഞയും പച്ചയും റെഡും അവൈലബിളാണ്. പച്ചക്ക് ഞങ്ങൾ 100 രൂപക്കും റെഡിന് 120 രൂപക്കാണ് കൊടുക്കുന്നത്. ഇത് നല്ല അടക്ക പോലെ നല്ല കായ ഉണ്ടാവും. ഇത് പാം വെറൈറ്റിയാണ്. പിങ്ക് കോക്കനട്ട് എന്ന് അറിയപ്പെടുന്നൊരു ഇനമാണ്. ഇത് മുന്തിയ വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കരിക്ക് വെട്ടിക്കഴിഞ്ഞാൽ അകത്ത് വെള്ള കളറാണ്. ഇത് പിങ്ക് ഷെയ്ഡാണ്. ഇതിൻ്റെ ജ്യൂസിന് പെർഫ്യൂംഡ് സ്മെല്ലാണ്. പിന്നെ അതിനകത്തുള്ള നമ്മൾ അകത്ത് കഴിക്കുന്ന ആ കേക്ക് സാധാരണ വെള്ള കളറാണ്. ഇത് ലൈറ്റ് ബ്ലൂ ആണ്. അങ്ങനെ പിങ്ക് കോക്കനട്ട് എന്ന് പറഞ്ഞാൽ അറിയപ്പെടും. പക്ഷേ അതിൻ്റെ വില അധികമാണ്. 4000 രൂപ വില വരും. ഗോൾഡൻ യെല്ലോ, ഇതൊരു പുതിയ വെറൈറ്റിയാണ്. ഗോൾഡൻ യെല്ലോ കോക്കനട്ടാണ്. നമ്മുടെ ഗൗളിയുടെ തന്നെ വെറൈറ്റി. സാധാരണ ഗൗളിയും മഞ്ഞയും ചുവപ്പും പച്ചയൊക്കെയല്ലേ ഉള്ളത്. ഇത് ഗോൾഡൻ കളറിലൊരു കോക്കനട്ടാണ്. പുതിയ വെറൈറ്റിയാണ് ഗോൾഡൻ കോക്കനട്ട്. ഇത് സുഗൻ തൈ കോക്കനട്ട് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല പെർഫ്യൂംഡ് ആയിട്ടുള്ള സ്മെല്ലാണ്, നല്ല ടേസ്റ്റാണ്.
നല്ല ധാരാളം ഇളനീര് കുടിക്കാനുണ്ടാവും. നല്ലൊരു കോക്കനട്ട് വർഗ്ഗത്തിൽപ്പെട്ടൊരു വെറൈറ്റിയാണ്. ഇത് ഗോൾഡൻ റംബുട്ടാൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ റംബുട്ടാൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ പൾപ്പ് വെള്ള കളറായിരിക്കും, മഞ്ഞ ഉണ്ടാവും, ചുവപ്പ് ഔട്ടർ കവറിങ് ഉള്ളത്, അകത്ത് പൾപ്പ് മഞ്ഞയായിരിക്കും, വെള്ളയായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഗോൾഡൻ കളറുള്ള പൾപ്പാണ്. അങ്ങനെ ഗോൾഡൻ റംബുട്ടാൻ പുതിയൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ വില 1250 രൂപ. ഇത് അക്കൈബിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് ക്രീപ്പറായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ധാരാളം പഴങ്ങളുണ്ടാവും, നല്ല ടേസ്റ്റാണ്. ഇത് തായ് ഷുഗർ ജാക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പുതിയ വെറൈറ്റിയാണ്. അതിമധുരം, നല്ല ടേസ്റ്റ്, നല്ല പെർഫ്യൂംഡ് ആയിട്ടുള്ളൊരു മണമുള്ളൊരു ജാക്കാണ്. ഇതൊരു വരിക്കയാണ്. ലാൽബാഗ് മധുര എന്ന് പറഞ്ഞാൽ കർണാടക ഉള്ള ഒരു ജാക്കാണ്. നല്ല മധുരം, അകത്ത് ചുവപ്പ് കളർ. ഇത് കംബോഡിയൻ എയർലി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ഓറഞ്ച് കളറാണ്. നമ്മുടെ കൃഷിക്ക് ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് കംബോഡിയൻ. അത് കഴിഞ്ഞാൽ J33 ആണ്. ധാരാളം പഴങ്ങളുണ്ടാവും, നല്ല ടേസ്റ്റുള്ള പഴമാണ്, നല്ല മധുരമാണ്. ഇത് ദുരിയൻ്റെ ടേസ്റ്റുള്ള ജാക്ക്, ദുരിയൻ ജാക്ക് എന്ന് പറയും. ഏകദേശം ഒരു 20 കിലോ 10 വെയിറ്റ് ഉണ്ടാവും. അതിനകത്ത് നല്ല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളറിലായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്, നല്ല മധുരം, ദുരിയൻ ജാക്ക്. ഇത് പെറ്റ് ഡാങ് റോങ് ജാക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫോറിൻ ഇമ്പോർട്ടഡ് ജാക്കാണ്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. ഈ ജാക്കുകളിലെ ഒരു കമ്പനീയ ശേഖരം തന്നെ ഞങ്ങളുടെ നഴ്സറിയിലുണ്ട്. അത് സ്റ്റാർട്ടിങ് തുടങ്ങുക 60 രൂപ തൊട്ടുള്ളതാണ്. അതിന് ഗംലെസ് ജാക്ക് എന്ന് പറയും. പിന്നെ 80 രൂപയുടെ വിയറ്റ്നാം പിങ്ക്, പിന്നെ 125 രൂപയുടെ J33, 150 രൂപയുടെ 100 രൂപയുടെ ഡൺസൂര്യ, കൂടാതെ സിദ്ധു, ശങ്കര, പ്രകാശ് ചന്ദ്ര, മെക്സിക്കൻ, വരശ്രീ, ഹിരണ്യ റെഡ് ജാക്ക്, കൂടാതെ ഒരു 10-15 വെറൈറ്റി അൺനെയിംഡ് വന്നിട്ടുണ്ട്.